ചങ്ങായിമാരെ, വളരെ ദുഃഖകരമായ ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ ചാനലിന്റെ പേര് റാമോയ് എന്നുള്ളത് വി റാമോയ് എന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം സെൻസർ ബോർഡ് എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേര് റാം RAM റാം എന്ന് തുടങ്ങുന്നതുകൊണ്ട് ദൈവത്തിന്റെ നാമമാണ്, അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ എന്തായാലും വി കൂട്ടണമെന്ന്. അപ്പൊ അങ്ങനെ ചാനലിൽ പേര് മാറ്റാൻ വേണ്ടി ഞാൻ തീരുമാനിച്ച വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ എന്റെ സ്വന്തം നാമമായ വരുൺ എന്നുള്ള പേര് മാറ്റണമെന്നും കൂടി നമ്മൾ സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ട്. കാരണം വരുൺ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്, ഹിന്ദു ദൈവം. അതുകൊണ്ട് വരുൺ എന്നുള്ള പേരിന്റെ കൂടെ മുന്നിലും വി കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പൊട്ടന്മാരോട് പറഞ്ഞു, എടോ വരുണിന് ഫസ്റ്റിലെ വി ഉണ്ടല്ല, വി എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സേഫായി. അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ഹിന്ദു നാമധാരികള് ദൈവത്തിന്റെ പേരുള്ള ആൾക്കാർ മുന്നിൽ വി കൂട്ടിക്കോ. നിങ്ങൾ ഇനീഷ്യൽ എന്ത് മണ്ണാങ്കട്ടിയാലും ശരി, ഫസ്റ്റ് വി എന്ന് കൂട്ടണം. വി കേട്ടാ, അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ. ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോഴത്തേക്ക് ഇത്രമാത്രം കുരുപൊട്ടാൻ വേണ്ടി എനിക്ക് ഇരിയില്ലട്ടാ. ഇനിയിപ്പോ പേര് വി ജാനകി എന്നാക്കി. എന്തൊക്കെ വേട്ടാവളി എത്രയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ആദ്യം വിരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയത ഉള്ളത് RSS, BJP, ശിവസേന, VHP അങ്ങനെ എന്തെല്ലോ ടീമുണ്ടല്ലോ, ആ ടീമിനാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ വർഗീയത ഇന്ത്യയിലെ സെൻസർ ബോർഡിനാട്ടാ. അത്രമാത്രം വർഗീയതും വിവരക്കേടും. എന്ന് നിങ്ങൾ ആലോചിച്ചോടെ, പണ്ടുള്ള സിനിമയിൽ എന്തെല്ലാം നായകന്മാരുടെ പേരും വില്ലന്മാരുടെ പേരും ദൈവത്തിന്റെ പേരുണ്ട്. നീലകണ്ഠൻ. അപ്പൊ ഇനിയിപ്പോ ഇവര് വി നീലകണ്ഠൻ, ശേഖരൻ, വി ശേഖരൻ എന്നല്ല. ഇനി ആദ്യം ഡബ് ചെയ്ത് ശരിയാക്കേണ്ടി വരില്ല. പാർട്സ് ഭയങ്കര ബുദ്ധിയാട്ടാ. നിങ്ങൾ ഈ തലയുണ്ടല്ലോ, സെൻസർ ബോർഡ് ഈ തലയുണ്ടല്ലോ, നിങ്ങൾ ഏടി വെയിലും മഴയും തണുപ്പൊന്നും കൊള്ളിക്കല്ലേ. നിങ്ങൾ ആ AC റൂമിനുള്ളിൽ തല പൊതച്ച് കിടക്കണം കേട്ടാ, പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഹിന്ദുക്കളെ, നിങ്ങളെ പേര് ദൈവത്തിന്റെ പേരാണെങ്കിൽ ഒരു രക്ഷയില്ല, എവിടെ പോയിട്ട് പെട്ടെന്ന് വി കൂട്ടിക്കോ. മായൻകുട്ടി വി സിനിമ പറയുന്നില്ല, മറ്റേ മായൻകുട്ടി വി. പക്ഷെ മുസ്ലിങ്ങൾ നിങ്ങൾ സേഫാട്ടാ, നിങ്ങൾ സേഫാ. നമ്മൾ ഹിന്ദുക്കൾ പോയിട്ട് പഠിച്ചോനെ എന്തെല്ലാം വി കൂട്ടുണ്ട്. ഞാൻ വരുന്നായോണ്ട് എന്റെ അച്ഛനമ്മക്കും ഒരുപാട് നന്ദി. നിങ്ങളെ വി കൂട്ടിയ പേരിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അവസ്ഥ ആലോചിച്ചോട്ടെ. ഈ സെൻസർ ബോർഡിനെ വിളിക്കേണ്ട പേരെന്നറിയാം, വേട്ടാവളിയൻ. വി കൂട്ടിയിട്ടുണ്ടല്ലോ ഇതിന്. ഫസ്റ്റ് വി ആയണ്ട് വേട്ടാവളിയൻ സെൻസർ ബോർഡ് എന്ന് വിളിക്കണം. ഇന്നലെ നമ്മൾ ആശുമി ഉണ്ടല്ലോ, സെൻസർ ബോർഡിനെ എടുത്ത് അലക്കി കുടഞ്ഞിട്ട് ഒരു ഡയലോഗ് ഇളക്കി, നമുക്കത് കേൾക്കലവാ. തിയേറ്ററിൽ ആരും കയറാതെ പൂച്ചപറ്റി കിടന്ന ഒരു ചവറ് സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതോ മതം ആരോ വിളിച്ചു വിരട്ടി എന്നൊക്കെ അണിയറ പ്രവർത്തകരുടെ ഉടായ്പ പോലെന്തോ PR സ്റ്റണ്ടെന്നാണ് സത്യമായും ആ വിവാദം കേട്ടപ്പോഴാദ്യം തോന്നിയത്. പക്ഷേ ജാനകിയുടെ, ക്ഷമിക്കണം, ഇനീഷ്യൽ കൂടി ചേർത്ത് വി ജാനകിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു വ്യവഹാര വാർത്താ ദിനമാണ്. ആവിഷ്കാരം നാക്കിന് വാക്കിനൊക്കെ വെട്ടും വിലങ്ങും വീഴുന്ന ഒരു വെറുപ്പിന്റെ വൻമരങ്ങൾ വാഴും കാലം പേടിച്ച കാലത്തിന്റെ വിറയലാണ് എന്നറിവുള്ളതാണെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉള്ളൊരു സാധാരണ പേര് ജാനകി എന്നൊരു ത്രയാക്ഷരി ഒരു സിനിമയിൽ പറഞ്ഞതിന് വെപ്രാളപ്പെട്ട മുക്കറയിൽ വാളെടുക്കൽ വെട്ടിയൊതുക്കൽ ഇൻടോളറൻസിന്റെ പരകോടിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ആ മെറിറ്റില്ലാത്ത വിരട്ടിൽ കീഴടങ്ങിപ്പോയ അണിയറക്കാരോട് അനിഷ്ടം വേണ്ട, പാവങ്ങളാണ്, അരിപ്രശ്നമാണ്. അമർഷത്തോടെയാണെങ്കിലും ഗതികെട്ട മ്യൂട്ട് ചെയ്യൽ, മുട്ടുമടക്കൽ സിനിമക്കാരുടെ മാത്രം പ്രശ്നമാണോ? അല്ല. ഇനിയും ഞരമ്പിൽ വെറുപ്പ് നാറ്റത്തിന്റെ പഴുപ്പൊഴുക്ക് തുടങ്ങിയിട്ടില്ലാത്ത മനുഷ്യരക്തമുള്ള മനുഷ്യരുടെ ഗതികേടാണ്, പരാജയമാണ്. ആ കോടതിയിൽ സെൻസില്ലാത്തൊരു സെൻസർ ബോർഡ് കൊടുത്ത അഫിഡവിറ്റ്, ആ സത്യവാങ്മൂലം വായിക്കണം. വായിച്ചു പൂർത്തിയാക്കാനാവില്ല. ദേഹമാസകലം വഴുവഴുത്തൊരു പാമ്പിഴയും മട്ടിൽ പല്ലു പൊളിച്ചു പോകുന്ന വർഗീയതയാണ്. ആ കഥയിൽ കോടതി മുറിക്കുള്ളിൽ നിൽപ്പാണ് ജാനകി എന്നൊരു പെൺകുട്ടി, ഒരു ബലാത്സംഗത്തിന് ഇര. പോരാട്ടത്തിൽ പങ്കാളിയായ ഒരു വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപിയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി. ആ കഥാപാത്രം ഒരു ക്രൈസ്തവ നാമധാരി, അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവാൾഡ്. ആ പേരുകാരിയോടൊരു ക്രൈസ്തവ പേരുകാരൻ ഇതര മതസ്ഥൻ 4 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏതോ വികാരം പൊട്ടിയൊലിച്ച് ക്രമസമാധാന പ്രശ്നമാകുമെന്നാണ് തമ്പ്രാക്കളുടെ വർഗീയം നാറുന്ന കണ്ടെത്തൽ. സാറന്മാരെ, ഒരു സിനിമയിൽ ഒരു പേര് കണ്ടാൽ അങ്ങ് വികാരം പൊട്ടുന്നവരെന്ന് എന്റെ കൂടപ്പുറപ്പുകളായ സമുദായ സഹോദരങ്ങളെ അധിക്ഷേപിക്കുന്നോ? മര്യാദ വേണം. ആ കേന്ദ്ര സംസ്ഥാന ബഹുമതികൾ, അവാർഡുകൾ, അധികാരത്തിന്റെ വഴിയിൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് നോക്കി ഈത്തയൊലിപ്പിച്ചിരിക്കുന്ന ദന്തഗോപുര AC വാസികൾ, മനുഷ്യനെ മനസ്സിലാകാത്ത സാഹിത്യമാനോട് പോകാൻ പറ. ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു അപകടച്ചോര കണ്ടാൽ പേര് നോക്കാതെ നാട് നോക്കാതെ കെട്ടിപ്പിടിക്കുന്ന ചോരയും നീരുമുള്ള മനുഷ്യർ, നമ്മുടെ മക്കൾക്ക് ഈ നാട്ടിൽ പേടിക്കാതെ ജീവിക്കണം, നാക്ക് പൂട്ടാതെ ശബ്ദമുയർത്തണം, സമരമാവണം. അന്ധകാരത്തിൽ കാണാം ഒരു തിളക്കം, ഒരു വടിവാൾ മൂർച്ച, കേൾക്കാം അദൃശ്യരൂപിയുടെ പൈശാചിക ശബ്ദം. എഴുത്തുകാരാ, സിനിമക്കാരാ, ഏതാണ് തന്റെ പ്രയോറിറ്റി? എഴുത്തോ നിന്റെ കഴുത്തോ? എഴുത്തോ നിന്റെ കഴുത്തോ? ക്രിസ്ത്യൻ നാമധാരിയായ വക്കീലാണ് ജാനകിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതാ പിടിക്കാത്തെ. സംഘികളെ, നിങ്ങൾക്കിതാ ഒരു ആപ്പ്, സംഘികളുടെ വക. ഇനി അങ്ങോട്ട് ആലോചിച്ചോട്ടെ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും. ഇതിനൊരു ഹിന്ദുവായ നായകന് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയ സുഹൃത്ത് പാടില്ല എന്ന് പറയും ഇവര്. അതല്ലെങ്കിൽ ഹിന്ദുവായ നായകന് മുസ്ലിമായ വില്ലൻ പാടില്ല എന്ന് പറയും. എന്തൊക്കെ
പടച്ച തമ്പുരാനെ, ഇത് ഏത് ലോകത്ത് നമ്മൾ ജീവിക്കുന്ന എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഈ നാട് ഇവര് സൊമാലിയാക്കാൻ പോയെന്നല്ലേ നമ്മളെ നരേന്ദ്രമോദിജി പണ്ട് പറഞ്ഞില്ലേ ഇത് സൊമാലിയാന്ന്. അപ്പൊ നരേന്ദ്രമോദിജിയും ടീമും കൂടി തന്നെ ഇത് സൊമാലിയാക്കേണ്ട പരിപാടിയാണ് സെൻസർ ബോർഡിനെ വെച്ചിട്ട്. ഇതിൽ ഏറ്റവും രസം എന്താണെന്നറിയാം, ഈ സിനിമയിലെ നായകനായ സുരേഷ് ഗോപി അണ്ണൻ ഒരക്ഷരം മിണ്ടിട്ടില്ല, ജോലി ചെയ്ത് കാശും വാങ്ങി കീശയിലിട്ടിട്ട് പോയി. എന്നിട്ട് എന്റെ പാടം, ഞാൻ അടക്കുന്ന ഒരു പാടത്തിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരക്ഷരം ഉണ്ടാണ്ട് ഈ BJP-ക്കാരെ പേടിച്ചിട്ട് മാളത്ത് കയറി ഒളിച്ചിട്ടവളെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പേരിടേണ്ട വരുമോ? എന്നാലും എന്റെ സുരേഷ് അണ്ണ ഇത്രമാത്രം പേടിച്ച് തൂറിയായപ്പല്ലേ നിങ്ങൾ? ഒന്നുമില്ല, നിങ്ങൾ ആ പൈസ വാങ്ങിയതല്ലേ, നിങ്ങൾ ചെയ്തൊരു ജോലിയല്ലേ. ഏതൊരാൾ, ഞാനല്ല ഇപ്പൊ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടും കിട്ടില്ല. നമ്മൾ ചാകുന്നവരെ അതിന്റെ കൂടെ നിൽക്കും. എന്ത് പ്രശ്നം നിങ്ങൾ തീർത്തു കൊടുക്കണം. കാരണം അത് ഞാൻ ചെയ്ത ആർക്ക് വേണ്ടിയാണ് ഞാൻ ആ ജോലി ചെയ്ത്, അവർക്കൊരു നഷ്ടവും വരാൻ പാടില്ല. പക്ഷെ സുരേഷ് അണ്ണൻ അതേ വിദഗ്ധമായ അതുകൊണ്ട് എല്ലാരും അത്രയും പെട്ടെന്ന് ഹിന്ദു നാമധാരികൾ ദൈവത്തിന്റെ, എനക്ക് തോന്നുന്നു ഏകദേശം 99% ആൾക്കാരുടെ പേര് പുതിയതായാലും പഴയതായാലും ഒരർത്ഥം നോക്കുമ്പോൾ ഹിന്ദു ദൈവത്തിന്റെ പേരാ ഉണ്ടാവുക. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് വി കൂട്ടിവിട്ടോ, അല്ലെങ്കിൽ എല്ലാരും ഇനി ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്നെ പോലത്തെ വരുൺ അതുപോലത്തെ വി ഉള്ള പേര്, വിജയശലൻ രക്ഷപ്പെട്ടിട്ട വി തന്നെയാ തുടങ്ങുന്നത്. വിജേഷിന്റെ ഒരു ഭാഗ്യം. അങ്ങനെയുള്ള പേരുകൾ ഇട്ടോ, അല്ലെങ്കിൽ എട്ടിന്റെ പണിയായിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വി റാമോയുടെ ഒരു വി സുലാൻ